ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ആയുധം കയ്യിലെടുത്ത പരിചയ സമ്പത്തുകൊണ്ടും അത് കയ്യിലെടുത്ത് പെരുമാറിയതിന്റെ അനുഭവ സമ്പത്തുകൊണ്ടും ഞാൻ പറയാ, ഈ മുട്ടയെന്ന് വിരിയാത്ത എല്ലുറയ്ക്കാത്ത പിള്ളേരുടെ കയ്യിൽ ഒരു വടിവാളം കൊടുത്ത് വിട്ടാലേ ഭസ്മാസുരന് വരം കൊടുത്ത അനുഭവം ഉണ്ടാവുക. സ്വയം കത്തിത്തീരേണ്ടി വരും. ഇവരോടൊക്കെ വാക്കുകൊണ്ടല്ല, ആയുധം കൊണ്ട് വേണം മറുപടി പറയാൻ. അവര് പറയട്ടാ, അവര് പഴയ കൂട്ടുകാരും ഇപ്പോഴത്തെ ബിസിനസ് ശത്രുക്കളും ഒക്കെയാ. അവര് തമ്മിൽ പരസ്പരം വാക്ക് തർക്കമൊക്കെ ഉണ്ടാവും, ചിലപ്പോ പരസ്പരം പടവെട്ടിയെന്നും വരാം. പക്ഷേ നമ്മൾ മക്കൾ അതിൽ ഇടപെടാൻ പാടില്ല. മാറിയിക്കണം അങ്ങോട്ട്. എന്റെ കുടുംബത്തിൽ കയറി വന്നിട്ട് നീക്കി വർത്താനം പറയുന്നതെന്ന് ഓർക്കണം. ഇതിപ്പോ ഇവിടം കൊണ്ട് തീർന്നില്ലെങ്കിൽ ഇനി നീ വിളച്ചില് കാണിച്ച നിന്റെയൊക്കെ ബെഡ്റൂമിൽ കയറി ശിവൻ അടയിരിക്കും. കാണണോ നിനക്ക്? ആ കാണണം, കാണിക്കണം നീ. എങ്കിൽ നീ ആണെന്ന് ഞാൻ പറയും. ആന്റണി, വേണ്ടടാ, വിട്ടേരെ. പറയാനുള്ളത് എന്താന്ന് വെച്ചാ അവൻ പറയട്ടെ. അതിനാണല്ലോ പടപ്പുറപ്പാടുമായിട്ട് ഇവിടേക്ക് വന്നേക്കുന്നത്. പറയടാ മഹേന്ദ്ര, മാണിക്കോത്തുകാർക്ക് ഈ പ്ലാമൂട്ടിൽ എന്താ കാര്യം? ഇവിടെ ഉള്ളവരെയൊക്കെ ഒരുമിച്ചങ്ങ് തീർക്കാമെന്ന് കരുതി നിന്റെ അരയിൽ ആയുധവും തിരികൊണ്ടാണോ നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അല്ല, ഈ ശവപ്പെട്ടിയുടെ അളവും തൂക്കവും ഒക്കെ എടുക്കുന്നത് കൊണ്ട് ചോദിച്ചതാ. എടാ, നിന്നോട് 2 വാക്ക് പറയാനായിട്ട് എനിക്ക് തോക്കൊന്നും വേണ്ടടാ, എന്റെ ഈ നാവ് മതി. ഓ, നിന്നോട് ഞാൻ ഇതിനു മുൻപും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാ. കളിക്കുമ്പോ നേരിട്ട് ഇങ്ങനെ മുഖാമുഖം നിന്ന് കളിക്കണം. ചതിയും വഞ്ചനയും ഒക്കെ നിന്റെ കൂടപ്പിറപ്പാണെന്നുള്ളത് എനിക്കറിയാം. എടാ, അതിൽ നിന്നൊക്കെ നീ എന്ന് മോചിതനാകുന്നോ അന്നേ നിന്റെ ആയുസിന്റെ രേഖ നേരായ രീതിയിൽ സഞ്ചരിക്കൂ. ഇല്ലെങ്കില് അതില് വിള്ളലുകൾ വീഴും. പെടുമരണം എന്റെ കൈകൊണ്ട് തന്നെ വാങ്ങി നീ ഒടുങ്ങും. എന്റെ വീട്ടിൽ കയറുന്ന എന്നെ അപ്പനെ വിളിക്കുന്നോ? തീർക്കണോ നിന്നെ ഞാൻ? ഞാൻ നിന്നോട് ഒരു വട്ടം പറഞ്ഞു അവര് പറയട്ടെ എന്ന്. കാരണവന്മാർ ആട്ടമാടുമ്പോ അവരോടൊപ്പം ആട്ടമാടാൻ നീ ആയിട്ടില്ല. കുറച്ചുകൂടി നീ മൂക്കട്ടെ. എടാ മഹേന്ദ്ര, നിനക്ക് എവിടുന്നോ പണി കിട്ടിയിട്ടുണ്ട്. അതിന്റെ പേരിൽ ഈ വീട്ടുമുറ്റത്ത് വന്ന് വെല്ലുവിളിക്കുന്നത് നിന്റെ തകർച്ചയായിട്ട് എനിക്ക് കാണാൻ പറ്റും. എടാ യോഹന്നാനെ, നീ കുറുക്കനാ, തന്ത്രശാലിയാ. അതെ, അത് അങ്ങനെ തന്നെയാ. പക്ഷേ അതൊന്നും ഈ മഹേന്ദ്രന്റെ അടുത്ത് വില പോയിട്ടില്ല. ഈ കാഹളം കോഹളം എന്നൊക്കെ പറയുന്നവനെ വെച്ച് നീ നന്നായിട്ട് അണ്ടർഗ്രൗണ്ട് പണി നടത്തുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. അത് മര്യാദയുടെ ഭാഷയിൽ നിർത്താൻ പറയാനാ ഞാൻ വന്നത്. ഇനി എന്റെ കോർട്ടിലെങ്ങാനും നീ കേറി കളിച്ച നിന്റെ ഈ 2 പിള്ളേർക്കും അപ്പാന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന നിന്റെ കെട്ടിയോള് ഈ പ്രായത്തിൽ 2ാമത് ഒന്നുകൂടെ കെട്ടേണ്ടി വരും. അത് നീ എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ. എന്റെ അമ്മയ്ക്ക് പറയുന്നോളൂ നീ. മാറിക്കണം. ഓരോന്ന് പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. അതും കേട്ടും മിണ്ടാതെ അവിടെ നിന്നോണം. അല്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ കണ്ടിക്കും. യോഹന്നാനെ, എന്റെ ബിസിനസ്സുകൾ നീ വെട്ടിപ്പിടിച്ചതും എന്റെ മോനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചതുമൊക്കെ
ഞാൻ ബോധപൂർവം അങ്ങ് മറക്കുക. അതൊരു കീഴടങ്ങലായിട്ടല്ല, ഞാൻ നിനക്ക് തരുന്ന ദയ, സിമ്പതി. ആ ദയയും വാങ്ങി എന്റെ പുറത്തേക്ക് കുതിര കയറാൻ വരാതെ ജീവിച്ചാൽ നിന്റെ ആയുസിന് യാതൊരു കോട്ടവും വരില്ല. ഇല്ലെങ്കിൽ നിന്റെ ഈ ചങ്കിൽ ഞാൻ ഓട്ടയിടും. നീ ഇപ്പൊ രാജാവിനെ റാണിയെ വെട്ടാനായിട്ട് ഇറക്കിയിരിക്കുന്ന ഈ കാലാൾപ്പടയില്ലേ, എല്ലാം വെട്ടേറ്റ് വീഴും. അപ്പോഴേ നീ പഠിക്കൂ. ഇത് ഞാൻ നിനക്ക് തരുന്ന അവസാനത്തെ വാണിങ്ങ. ഇനിയും തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമായി എന്റെ പിന്നാലെ എങ്ങാനും നീ വന്ന യോഹന്നാനെ, ഞാൻ ആയുധം എടുത്തു എന്ന് വരും. അങ്ങനെ വന്നാൽ ഈ വീടിന്റെ മുറ്റത്തെ ശവപ്പെട്ടികൾ ഇങ്ങനെ നിരത്തി വച്ചിട്ട് അന്ത്യചുംബനം നൽകാൻ പ്ലാമുട്ടിൽ കുടുംബത്തിൽ ആളില്ലാത്തത് കൊണ്ട് നിനക്ക് പുറത്തുനിന്ന് കൂലിക്ക് ആളെ വിളിക്കേണ്ടി വരും. ഓർത്തോടാ നീ. ശിവ, വാടാ. എടാ, ഈ ചങ്കുറപ്പ് എന്നൊരു ഐറ്റം ഉണ്ടല്ലോ, അത് അങ്ങാടിക്കട വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല. നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ആയുധം കയ്യിലെടുത്ത പരിചയ സമ്പത്ത് കൊണ്ടും അത് കയ്യിലെടുത്ത് പെരുമാറിയതിന്റെ അനുഭവ സമ്പത്ത് കൊണ്ടും ഞാൻ പറയാ, ഈ മുട്ടയെന്ന് വിരിയാത്ത എല്ലുറയ്ക്കാത്ത പിള്ളേരുടെ കയ്യിൽ ഒരു വടിവാളം കൊടുത്ത് വിട്ടാലേ ഭസ്മാസുരന് വരം കൊടുത്ത അനുഭവം ഉണ്ടാവുക. സ്വയം കത്തിത്തീരേണ്ടി വരും. കൈ കൊണ്ട് നടക്കുന്ന ആയുധം കൊണ്ട് തന്നെ സ്വയം വെട്ടേക്കേണ്ട അനുഭവം ഉണ്ടാവും തന്തയ്ക്കും മോനും. ഇത് ഉപദേശമായിട്ടൊന്നും കരുതണ്ട. ഉപദ്രവമായിട്ട് മനസ്സിൽ കണ്ടാലും കുറെ കാലത്തേക്ക് ആയുസിന് ഭംഗം വരില്ല. ഇല്ലെങ്കിൽ സെൽഫ് അറ്റാക്കിൽ ഭിത്തിയെ കയറും അപ്പന്റെ മോന്റെ പാടം. പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോ. അപ്പോ അവൻ കാലം മുന്നിൽ കൊണ്ടുതരും ഒരു പുഴുവായിട്ട്. അപ്പോ ചവിട്ടി അരച്ചേക്കണം. അതിനുവേണ്ടി എന്റെ മോൻ കാത്തിരിക്കെ.